السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, കൂട്ടുകാർ, കൂട്ടുകുടുംബക്കാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗ്ഗത്തിലും ഒരു വാതിലവരെ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് മഹാനായ തഴവാ ഉസ്താദ് രചിച്ചതാണ്. സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് തഴവാ ഉസ്താദിന് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. അൽ മവാഹിബുൽ ജലിയയിലെ സതുപദേശം എന്ന അവസാന ഭാഗമാണ്, 13ാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നീരോഗമായിട്ടഭിനയിക്കൽ മോശമാ, അത് കണ്ട് രോഗം വന്നു കൂടും സത്യമാ. നിനക്കുള്ള ഖബർ കുഴിച്ചിടണ്ട മണ്ട, മരണം ക്ഷണം അതിനാൽ വരും അത് കൊണ്ട. രോഗമൊന്നുമില്ല, എന്നാലോ രോഗിയായിട്ട് അഭിനയിക്കുക. എന്തിന്? എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിനായിരിക്കും, അനുകരണ പൈസ പിടിക്കാനായിരിക്കും. രോഗമുണ്ടെന്ന് അഭിനയിക്കുക. ഒരുപാട് ആൾക്കാരോട് പറയുക, എനിക്ക് രോഗമുണ്ട്, ഭയങ്കര വിഷമുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഒരു വിഷമം മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് അവരുടെ പ്രീതി കരസ്ഥമാക്കുക, സാമ്പത്തിക ലാഭത്തിനോ മറ്റോ. പക്ഷെ അത് ചെയ്യരുത്. കാരണം അങ്ങനെ നീ അഭിനയിച്ചാൽ കഠിനമായ രോഗം നിന്നെ പിടിപെടും. അതുമാത്രമല്ല, നീ നിന്റെ സ്വന്തം ഖബർ കുഴിച്ചിടുകയും ചെയ്യേണ്ട. നിനക്ക് മരണം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോയും അത് ചെയ്യാൻ പാടില്ല. രോഗമായി അഭിനയിക്കാൻ പാടുള്ളതല്ല. വഹബ് ബിനു ഖൈസിൽ നിന്നു ദൈലമി എന്നവർ പറയുന്നതാ നീ നോക്ക് ദുററുൽ മുന്തസിർ. മുൻതൂക്കമിട്ടു നീ സകലതും തൂക്കേണ്ടതാ, ഇത് ജാബിറിൽ നിന്ന് ഇബ്നു മാജയിലുള്ളതാ. നമ്മൾ സാധനം തൂക്കിക്കൊടുക്കുന്ന ജോലിയാണ്, കച്ചവടമാണ് ബിസിനസ്. നമ്മൾ സ്റ്റേഷനറി കടയിലാണ്, അതുപോലെ മറ്റ് സാധനങ്ങൾ തൂക്കുന്ന ജോലിയാണെങ്കിൽ ഒരു സാധനം തൂക്കുമ്പോൾ അല്പമെങ്കിലും മുൻതൂക്കം ഇട്ട് നീ തൂക്കണം. തൂക്കത്തിൽ കുറവ് വരുത്തരുത്, പിശുക്ക് കാണിക്കരുത്, വഞ്ചന കാണിക്കരുത്. അങ്ങനെ തൂക്കത്തിൽ വഞ്ചന കാണിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ ജീവിതത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ യാതൊരു ബർക്കത്തും ഉണ്ടായിരിക്കുന്നതല്ല. വളരെ ശ്രദ്ധിക്കണം. തൂക്കത്തിൽ, അളവിലും തൂക്കത്തിലും യാതൊരു കാരണവശാലും കുറവ് വരുത്താൻ പാടില്ല. ഇസ്ലാം കഠിനമായി, വളരെ ശക്തമായി അക്കാര്യത്തിൽ അള്ളാഹുവും പ്രവാചകനും നമ്മളോട് കഠിനമായി നമ്മളോട് പറയുകയാണ്. അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത്, വഞ്ചന കാണിക്കരുത്. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഒരു സാധനം ഒരാൾ നിങ്ങളുടെ കയ്യിൽ വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ആ തൂക്കത്തിൽ അല്പമെങ്കിലും അധികം കൊടുക്കലല്ലാതെ യാതൊരു കാരണവശാലും കുറവ് വരുത്താൻ പാടില്ല. ഒറ്റയ്ക്കിരിക്കൽ എപ്പോഴും ഖൈറുള്ളതാ, ദുർമാർഗിയോടിരിക്കുന്നതേക്കാൾ നല്ലതാ. ദുർമാർഗിയോടിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒറ്റയ്ക്കിരിക്കലാണ്. തെറ്റുകുറ്റങ്ങൾ, മോശപ്രവർത്തനങ്ങൾ, മോശവർത്തമാനങ്ങൾ, മോശമായ സംസാരങ്ങൾ ഇതൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് ദിക്റുകളോ സ്വലാത്തുകളോ ഖുർആൻ പാരായണങ്ങളോ എന്തായാലും ഓതുകയോ പാടുകയോ ചെയ്യുക. ദുർമാർഗികളോടടുത്ത് ചെന്നുപോയി അവരുമായി ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ നല്ലതും അവരോടിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്കിരിക്കുന്നതാണ്. മൂക്കിന്റെ രോമം പിഴുതു കളയലബദ്ധമാ, അത് കുഷ്ഠരോഗം കാക്കുവാനുപയുക്തമാ.
മൂക്കിനുള്ളിലെ രോമങ്ങൾ അത് കൈകൊണ്ട് പറിച്ചു കളയാൻ പാടില്ല. കുഷ്ഠരോഗം വരാൻ സാധ്യതയുണ്ട്. ആ കുഷ്ഠരോഗത്തെ തടയുന്നത് ഈ വക മൂക്കിലുള്ള രോമം അതിന് സഹായം ചെയ്യും. ഓരോരോ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ വസ്തുക്കൾക്കും അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ചിന്തിക്കേണ്ടത്. മൂക്കിലുള്ള രോമം പിഴുതു കളയരുത്, അത് കുഷ്ഠരോഗത്തെ തടയാൻ നല്ലതാണ്. ഇതുപോലെ ബീവി ആയിഷ പറയുന്നതാ, തൊബറാനി ദുററിൽ വ്യക്തമായി വിവരിച്ചത, അത് നീണ്ടു വന്നാൽ വെട്ടലും കത് സുന്ന, അല്ലാതെ നീ അത് പിഴുതു കളയരുതെന്ന. മൂക്കിലെ രോമം വളർന്ന് പുറത്തേക്ക് വന്നാൽ അതിന് എന്ത് ചെയ്യണം? വെട്ടിക്കളയണം, അതല്ലാതെ പിഴുതെടുക്കരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽപ്പെട്ട പ്രവർത്തനങ്ങളാണത്. അതിരാവിലെ തന്നുള്ള ധർമ്മം നല്ലതാ, ആപത്ത് ധർമ്മം വിട്ടു മുന്നേറാത്തതാ, ഇത് ഔസത്തിൽ തൊബറാനി റിപ്പോർട്ടുള്ളതാ. അനസ് ഇബ്നു മാലിക്കിനാൽ ഹദീസിൽ വന്നതാ. അതിരാവിലെ നമ്മൾ എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുക, സദഖ കൊടുക്കുക, ഹദിയ കൊടുക്കുക. ആരെങ്കിലും വഴിവെക്കിൽ കണ്ടു നമ്മളൊരു യാത്ര പോകാൻ പുറപ്പെടാൻ ഇറങ്ങി, നമ്മൾ യാത്ര തുടങ്ങി, ആരോ വഴിവെക്കിൽ നിൽക്കുന്നുണ്ട്, സാധുക്കളാണ്, യാചകരാണ്, അല്ലെങ്കിൽ ഏതോ മിസ്കീനാണ്, സാധുക്കളാ, അത് ഏത് ജാതിയിൽപ്പെട്ടവരോ ആയിക്കൊള്ളട്ടെ, അവർക്ക് എന്തെങ്കിലും ദാനധർമ്മം കൊടുക്കുക, ബിസ്മി ചൊല്ലി ദാനധർമ്മം കൊടുക്കുക. അവർക്ക് ഗൾഫിൽ നമ്മൾ പലരെയും കാണുന്നത്, രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പോകുന്ന ആൾക്കാർ, ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, റോഡുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ബലദിയുടെ ജോലിക്കാരായ ആൾക്കാർ, അവർ അടുക്കൽ ചെന്ന് വണ്ടി നിർത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുത്തു പോകുന്ന നിത്യവും കാണുന്ന ചില പരിപാടികൾ നമ്മളുണ്ട്. അത് അവർക്കൊരു പ്രത്യേകതയാണ്. അവരത് ഈ ജീവിതത്തിൽ നിത്യമായി അവർ ചെയ്യുന്നവരാണ്. ഏതെങ്കിലും ചെറിയൊരു സംഖ്യ ആണെങ്കിലും അവർക്ക് കൊടുത്തിട്ട് പോവുക. എന്താണത് കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിരാവിലെയുള്ള സദഖ അത് നിന്നെ എല്ലാവിധമായ ആപത്ത് മുസീബത്തുകളിൽ നിന്നും നിന്നെ കാത്തുരക്ഷിക്കും. നമ്മുടെ പള്ളിയുടെ മുന്നിലുള്ള വഞ്ചി നേർച്ചപ്പെട്ടിയിൽ എഴുതിയിരിക്കുന്നതിൽ കണ്ടിട്ടില്ലേ? അസ്സദഖത്തു റദ്ദുൽ ബലാ, ദാനധർമ്മം വിപത്തിനെ തടയും. എന്തിന് എഴുതി വെച്ചിരിക്കുന്നതിന്? അത് വെറുതെ അല്ലത്, മുത്തുനബി പറഞ്ഞ കാര്യമാണ്. നമ്മളൊരു യാത്ര പോകുന്നു, ആ യാത്ര പോകുമ്പോൾ ആരെങ്കിലും നമ്മൾ കണ്ടു, അല്ലെങ്കിൽ പെട്ടിയിൽ കുറച്ച് പൈസ ഇട്ടിട്ട് പോയി, നേർച്ചപ്പെട്ടി പള്ളിയുടെ പെട്ടിയിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനധർമ്മം എടുത്തു. ആ യാത്രയിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ പോലും ഹഫളത്തിന്റെ മലക്കുകൾ, അള്ളാഹു നമ്മുടെ ചുമലുകളിൽ നമ്മൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഹഫളത്തിന്റെ മലക്കുകളെ അള്ളാഹു ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. നോക്കിക്കേ, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഹഫളത്തിന്റെ മലക്കുകൾ എന്നാണ് അവരുടെ പേര്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും ഒരു അപകടത്തിൽപ്പെട്ടു, നമ്മൾ സഞ്ചരിച്ച വാഹനമോ അതല്ലെങ്കിൽ മറ്റൊരു വാഹനമോ നമ്മളെ കൊണ്ടുവന്ന് ഇടിച്ചു എന്നാൽ, നമ്മൾ കേട്ടിട്ടില്ലേ, ചിലരൊക്കെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. എന്താ ഇതിന്റെ കാരണം? അള്ളാഹുവിന്റെ ഹഫളത്തിന്റെ മലക്കുകൾ നമ്മളെ അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. അപ്പോ അള്ളാഹു പറഞ്ഞത്, ഉദ്ദേശിക്കുന്നത്, എൻ്റെ അടിമ, എന്നെ വഴങ്ങുന്ന, എന്നെ അനുസരിക്കുന്ന, എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുന്ന എൻ്റെ അടിമയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഹഫളത്തിന്റെ മലക്കുകളെ അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ രാവിലെ ദാനധർമ്മം പതിവാക്കണം. എന്തെങ്കിലും ചെറിയ സംഖ്യ ആകട്ടെ, അല്ലെങ്കിൽ ഭക്ഷണമാകട്ടെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് വസ്തുക്കളാകട്ടെ, ദാനധർമ്മം കൊടുക്കുക എന്നത് നമ്മൾ ശീലിപ്പിക്കണം. അതിരാവിലെയുള്ള ദാനധർമ്മം ആപത്തുകളെ തടയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതിരാവിലെ തന്നുള്ള ധർമ്മം നല്ലതാ,
ആപത്ത് ധർമ്മം വിട്ടു മുന്നേറാത്തതാ. നമ്മൾ കൊടുത്തത് നൽകിയത് ചെറിയ ഒരു സംഖ്യയാണ്, ചെറിയ ഒരു ദാനധർമ്മമാണ്, എങ്കിൽ പോലും അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൗസത്തുൽ തൊബറാനി റിപ്പോർട്ടുള്ളതാ, അനസ് ബിൻ മാലിക്കിനാൽ ഹദീസിൽ വന്നതാ. റബ്ബിനു വേണ്ടി ഒഴിച്ചൊരുത്തൻ ഒന്നിനെ, എന്നാൽ കൊടുക്കും മെച്ചമായി മറ്റൊന്നിനെ. ഇത് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. 255 ദുററിൽ വന്നതാ. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു ആരോ വന്ന് ആവശ്യപ്പെട്ടു, എനിക്ക് ഇന്ന സാധനം വേണം, നിങ്ങൾ എനിക്ക് തരുമോ? അത് വസ്ത്രമാകാം, മറ്റു വല്ല വസ്തുക്കളുമാകാം. എന്നാൽ മനസ്സ് ഒരു വിഷമവുമില്ലാതെ നാം അതിനെ ദാനം ചെയ്തു, അദ്ദേഹത്തിന് കൊടുത്തു, അവർ ചോദിച്ചവർക്ക് കൊടുത്തു. എന്നാൽ അതിനേക്കാൾ മെച്ചമുള്ളത് റബ്ബ് നമ്മൾക്ക് നൽകും, അത് ഉറപ്പാണ്. ചരിത്രം ഒരുപാടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അതിലുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും അതിലുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അതിനേക്കാൾ മെച്ചമായത് അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് നല്ല രാവിലെയുള്ള ദാനധർമ്മം നമ്മൾ പതിവാക്കണം. ആരോഗ്യമേറ്റി തരണമേ നീ മന്നവാ, പറയില്ല നീ എന്നോട് പോടാ പിന്നവാ. നബിക്കും സ്വഹാബത്താലിനും എന്നെന്നും ഗുണം ചെയ്യണേ എന്നുള്ള ദുആയാണിന്നും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഞങ്ങൾക്ക് നീ കാവലും കരുണയും നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവലും കരുണയും നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് രോഗമായി കിടക്കുന്നുണ്ട്, ഒരുപാട് പേര് ആശുപത്രികളിലുണ്ട്. എല്ലാവർക്കും പൂർണ്ണ ശിഫയും ആജിലായ ശിഫയും കാമിലായ ശിഫയും നൽകി ആഫിയത്തോടെ ദീർഘായുസ് അവർക്കും നൽകുന്നു, ഞങ്ങൾക്കും നീ നൽകണേ തമ്പുരാനെ. അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നാഫിയായാലും ഓർമ്മ ബുദ്ധിയും കൊടുക്കണേ അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം ഭരിക്കാൻ തൗഫീഖ് കൊടുക്കണമേ തമ്പുരാനെ. സ്വാലിഹീങ്ങളായ മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെയും കബൂൽ ചെയ്യണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം ചെയ്യാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് നൽകിയ സമ്പത്തുകൾ, സന്താനങ്ങൾ, ഭാര്യാസന്താനങ്ങൾ, വീടുകൾ, വാഹനങ്ങൾ, ജോലി എന്നതിലും എല്ലാത്തിലും ബർക്കത്ത് ചെയ്യണമേ തമ്പുരാനെ. നീ നൽകിയ അനുഗ്രഹങ്ങൾ പൊടുന്നനുവേ നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ആരെയും പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരിമാർ, ഗർഭിണികളായിട്ടുള്ളവർക്ക് സുഖപ്രസവം നൽകിയ സ്വാലിഹ്യങ്ങളായ കുഞ്ഞുങ്ങളെ കണ്ണിന് കുളിർമയായി നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.